കേരള റിയൽ എസ്റ്റേറ്റ് ഏജന്റ് അസോസിയേഷൻ INTUC ജനറൽ ബോഡി കൊല്ലം DCC ഓഫീസിൽ നടന്നു. INTUC ജില്ലാ പ്രസിഡന്റ് AK ഹാഫിസ് ഉദ്ഘാടനം നിർവഹിച്ചു. രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 10 സീറ്റോളം ഇന്ത്യ മുന്നണിക്ക് നേടാനായി എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷത്തിന്റെ ദിനമാണെന്ന് INTUC ജില്ലാ പ്രസിഡന്റ് AK ഹാഫിസ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു ദിവസം കൂടിയാണ്. പാർലമെന്റ് ഇലക്ഷനെ എഴുതി തള്ളിയ എല്ലാ മാധ്യമങ്ങളും, എല്ലാ സർവേകളും, ഇതൊക്കെ പെയ്ഡ് സർവേ എന്നൊക്കെ പറയുന്നെങ്കിലും എല്ലാ സർവേകളും യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് മാത്രം കുഴലൂതുന്ന ഈ സർവേകളെല്ലാം നടത്തിയത് കോൺഗ്രസ് ദയനീയമായി തകർന്ന് തരിപ്പണമാകുമെന്നും ഇതൊരു കോൺഗ്രസ് മുക്ത ഭാരതമാകും എന്ന് പ്രതീക്ഷിച്ചവരൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ്. ഇന്നത്തെ പ്രത്യേകത, ഇന്ന് 13 സ്ഥലത്ത് ഉപതെരഞ്ഞെടുപ്പ്, അത് 7 സംസ്ഥാനങ്ങളിലായിട്ടാണ്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലുള്ള 7 സംസ്ഥാനങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 10 സീറ്റ് ഇന്ത്യ സഖ്യം വിജയിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ BJP എവിടെ പോയി എത്തി നിൽക്കുന്നുണ്ടല്ലോ. ഒരു സ്ഥലത്ത് 1500. കേരള റിയൽ എസ്റ്റേറ്റ് ഏജന്റ്സ് അസോസിയേഷൻ അംഗങ്ങൾ നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ഊർജിത ശ്രമം നടത്തണമെന്ന് കേരള റിയൽ എസ്റ്റേറ്റ് ഏജന്റ്സ് അസോസിയേഷൻ INTUCയുടെ ജില്ലാ പ്രസിഡന്റ് അയത്തിൽ നിസാം അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. നമ്മൾ ഇതുകൊണ്ട് ഒരു 300 കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട്. ആ 300 കുടുംബങ്ങൾ ജീവിക്കുന്ന അവർക്കും ഉണ്ട് മക്കള്, വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട്, അവർക്കും പോണം. പല പല ആവശ്യങ്ങൾ വരുമ്പോൾ അവർ ജീവിക്കുന്നതിന് വേണ്ടിയാണ് ഈ സംരംഭമായിട്ട് ഇറങ്ങിയത്. അപ്പൊ അവരെ കടത്തിവെട്ടുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കൊച്ചു സംഘടനകൾ വന്നിട്ട് നമ്മളെ ഇടയിൽ കയറി ഇന്നിടത്ത് ഇന്ന പ്രസ്ഥാനം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ ചെന്ന് അതിന്റെ ഓണറുമായിട്ട് ഒരു ടൈപ്പ് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് ഇത്ര തന്നാൽ മതി എന്ന് പറഞ്ഞ് കടന്നു കയറുന്ന ഒരു സ്വഭാവം ഇപ്പോൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് പേര്, നമ്മളെ മെമ്പേഴ്സ് തന്നെ ഒരുപാട് പേര് അത്തരത്തിൽ ഇതുണ്ടായി നമ്മളുടെ അടുത്ത് വിളിച്ചു പറയുകയുണ്ടായി സാർ. അപ്പൊ നമ്മൾ സംഘടനാപരമായി അതിൽ ഇടപെടാൻ തന്നെ തീരുമാനിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി മണക്കര സൈനുദ്ദീൻ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ രാജേഷ് ഉളിയക്കോവിൽ, സജീവ് താഴത്തുവിള, KREA ജില്ലാ ചെയർമാൻ കൊട്ടിയം ഗോപകുമാർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.